പാലിയേറ്റീവ് ഭിന്നശേഷി രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംഘടിപ്പിക്കുന്നതിനുമായി കൂടുതൽ പ്രവർത്തനങ്ങളുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ രംഗത്ത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബഡ്സ് സ്കൂളുകളുള്ളത് അതിന് പല കാരണങ്ങളുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ പല ജില്ലകളിലും വലിയ സ്കൂളുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഏറ്റവും ലോക്കലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുടുംബശ്രീയുടെ ഒക്കെ സഹായത്തോടെ ധാരാളം ആളുകൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളാണുള്ളത്. പക്ഷേ നമ്മൾ ഈ ശേഷിയിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്നിപ്പോൾ 64 ബഡ്സ് സ്കൂളുകളാണുള്ളത്. അപ്പോൾ 64 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് ബഡ്സ് സ്കൂളുകളുള്ളൂ. 100 ജില്ലാനം ഇതിലേക്ക് നമുക്ക് 104ഓളം 106ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നതിന് പകരം നമുക്ക് 64 സ്ഥലങ്ങളിലുള്ളൂ, പകുതിയിൽ അല്പം കൂടുതൽ. അപ്പോൾ ഇത് എല്ലായിടത്തും വന്നെങ്കിൽ മാത്രമേ ഇതിൽ വരുള്ളൂ. പക്ഷെ അപ്പോൾ ഇതിന് ഇവിടെ വേറെ വിരോധാഭാസം, നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനം പലപ്പോഴും ബഡ്സ് സ്കൂളുകളുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബഡ്സിൽ പോവാത്ത വിദ്യാർത്ഥികൾ ഹൃദയ ഉജ്ജീവനം, കൈത്താങ്ങ് തുടങ്ങിയ വിവിധ പദ്ധതികൾ വഴി വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും ഇവകളുടെ എല്ലാം സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഇനി നടത്തുന്നതും ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കേക്കുത്ത് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി കളക്ടർ NK കൃപയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംയുക്ത പ്രവർത്തനം നടത്താൻ ധാരണയായിരുന്നു. കുടുംബശ്രീയുടെ ഹൃദയ പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വകയിരുത്താൻ വേണ്ട നടപടി സ്വീകരിക്കുക, ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകർ, കുടുംബശ്രീ എന്നിവർ യോജിച്ചുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് NULM ഫണ്ട് ഉപയോഗിച്ച് ബഡ്സ് പാലിയേറ്റീവ് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. അംഗനവാടികൾ വൈകുന്നേരങ്ങളിൽ വയോജന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ വകുപ്പുമായുള്ള ഏകോപനത്തിലൂടെ പ്രാദേശിക പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ KS അസ്കർ, റൂബി രാജ്, റിസ്വാന ഹബീബ് എന്നിവരും സംബന്ധിച്ചു. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.